ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് സംസാരിക്കുന്നു. ആത്മാവ് സഭകളോട് സംസാരിക്കുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതെ, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കുന്നു. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വീണ്ടും ജനനം നൽകിയിരിക്കുന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ചെവികളെ തുളച്ചിരിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ധ്യാനിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. നാം എത്രത്തോളം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നുവോ അത്രത്തോളം നമുക്ക് കേൾവി ഉണ്ടാകും. നമുക്ക് എത്രത്തോളം കേൾവി ഉണ്ടാകുന്നുവോ അത്രത്തോളം ദൈവവചനത്തിലെ വിശ്വാസം ഉണ്ടാകും. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവവചനത്താലും ഉണ്ടാകും. നമ്മൾ അല്പമായ ശ്രദ്ധയാണ് നമുക്കുണ്ടെങ്കിൽ അല്പമായ കേൾവി ഉണ്ടാകും. അല്പമായ കേൾവിയാണുള്ളതെങ്കിൽ അല്പമായ വിശ്വാസം ഉണ്ടാകും. എന്നാൽ ദൈവവചനത്തിൽ ശ്രദ്ധയോടുകൂടി നമുക്ക് കേൾവി ഉണ്ടെങ്കിൽ ആ കേൾവി നമുക്ക് ശരിയായ വിശ്വാസത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ടുവരാൻ ഇടയായിത്തീരും. വിശ്വാസം കേൾവിയാൽ. ഗ്ലോറി ടു ഗോഡ്. കേൾവി ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വചനത്താൽ. അപ്പോൾ വചനത്തിൻ്റെ മുൻപിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ആയിരിക്കുന്നത് എത്രത്തോളം നമുക്ക് കേൾവിയും അതിനനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ഗ്ലോറി ടു ഗോഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ വീരന്മാരെ കുറിച്ച്, വിശ്വാസത്തിൻ്റെ തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ച്, പഴയ നിയമ വേദഭാഗങ്ങളിലെ വിശുദ്ധന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കി. ഹാബേലിനെ കുറിച്ച് നമുക്ക് ഒന്നാമതായി ധ്യാനിപ്പാൻ ഇടയായി. ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവൻ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് പ്രസാദമുള്ള ആരാധന എന്തെന്ന് ഹാബേൽ ഗ്രഹിച്ചിരുന്നു. അനുസരണത്തിലൂടെ തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുൻപിൽ ക്രമപ്പെടുത്തി നടക്കുന്നതിലൂടെ ദൈവം പ്രസാദിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും തന്നിമിത്തം ദൈവം മുൻപാകെ തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നടക്കുമ്പോൾ തൻ്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് കർത്താവ് സാക്ഷ്യപ്പെടുത്തി ഹാബേലിനെ. ഹാബേലിലും അവൻ്റെ യാഗത്തിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. കയീനിലും അവൻ്റെ ജീവിതത്തിലും അവൻ അർപ്പിച്ച ആരാധനയിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ തൂണുകളായി എണ്ണപ്പെട്ടവരുടെ പട്ടിക പരിശുദ്ധാത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ആരാധനയുടെ പ്രസക്തി ഒന്നാമതായി വെളിപ്പെടുത്തുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ഹാനോക്കിനെ കുറിച്ചാണ്. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വ്യക്തിയായി നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. മരണം എന്നുള്ളത് ഒരു മനുഷ്യന്റെ അവസാനത്തെ ശത്രുവാണ് എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു. ഒടുക്കത്തെ ശത്രു, ഒരു മനുഷ്യൻ നേരിടുന്ന ഒടുക്കത്തെ ശത്രുവാണ് മരണമെന്ന്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒടുക്കത്തെ ശത്രുവായ മരണത്തെയും എന്ത് ചെയ്തു? ജയിച്ചു. ജീവപര്യന്തം മരണഭയത്തിന് അടിമകളായിരുന്നവരെയൊക്കെയും യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയും യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെയും ആ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു. എന്നാൽ കർത്താവ് വരുന്നതിനും മുൻപേ പിതാവാം ദൈവം ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നതിനും മുൻപേ, മോശയ്ക്ക് മുഖാന്തരം കൊടുക്കുന്നതിനും മുൻപേ, ഈ ലോകം ജലപ്രളയത്താൽ ന്യായവിധിക്കുന്നതിനു മുൻപേ ദൈവത്തോട് കൂടെ നടന്ന് ചേർന്ന് നടന്ന് മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്കിലൂടെ ദൈവം ചില വെളിപ്പാടുകൾ എന്ത് ചെയ്യുന്നു? പകരുന്നു.
ന്യായവിധിക്ക് മുൻപ് എടുക്കപ്പെടുന്ന ഒരു സമൂഹം അന്ത്യകാലത്തിൽ ഉണ്ടാകുമെന്ന് കാലങ്ങൾക്ക് മുൻപേ, പ്രമാണങ്ങളൊക്കെയും കൊടുക്കുന്നതിന് മുൻപേ ദൈവം ഹാനോക്കിലൂടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് എന്ത് ചെയ്യുന്നു? അടയാളം കൊടുക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഹാനോക്കിനെ കാണാതെയായതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടക്കുന്ന ദൈവസഭ, ചേർന്ന് നടക്കുന്ന ദൈവത്തിന്റെ മക്കൾ കർത്താവിന്റെ രഹസ്യ വരവിൽ എടുക്കപ്പെടും എന്നുള്ള കാര്യം ഹാനോക്കിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. വിശ്വാസത്താൽ അദൃശ്യനായ ദൈവത്തോട് ചേർന്ന് നടന്നത് നിമിത്തം ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെങ്കിലും ഒന്നാമനായ ആദാം തുടങ്ങി ഏഴാമനായ ഹാനോക്ക്, ഏഴാം തലമുറയിൽ വന്ന ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്ന് ഒന്നാം തലമുറയിൽ സംഭവിച്ച കാര്യത്തെ അതിജീവിപ്പാൻ ഹാനോക്കിന് കഴിഞ്ഞു. അതെങ്ങനെ കഴിഞ്ഞു? ദൈവത്തോട് ചേർന്ന് നടന്നതുകൊണ്ട് മരണം കാണാതെ എടുക്കപ്പെടുവാൻ ഹാനോക്കിന് കഴിഞ്ഞത് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ മക്കൾ, കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടതുപോലെ കർത്താവിന്റെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം തേജസ്സിൽ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് ഹാനോക്കിന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചനം, ഒരു അടയാളം ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് വിശ്വാസത്തിന്റെ പട്ടിക പരിശുദ്ധാത്മാവ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന വ്യക്തി നോഹയാണ്. ഒന്നാമത് ഹാബേല്, പിന്നെ ഹാനോക്ക്, അതിനനന്തരം നോഹയും, ശേഷം അബ്രഹാം, വീണ്ടും ഇസ്ഹാക്കിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച്, യോസേഫിനെ കുറിച്ച്, മോശയെ കുറിച്ച്, ഇങ്ങനെ 8 പേരെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന വേദഭാഗം. ഗ്ലോറി ടു ഗോഡ്. അതിന്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ, 10-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം വരുമ്പോൾ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. ഇതാണ് ദൈവസഭയുടെ പ്രത്യാശ. പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഏതൊരു സഭയ്ക്കും, ഗ്ലോറി ടു ഗോഡ്, ഒരു കാത്തിരിപ്പുണ്ട്. ഗ്ലോറി ടു ഗോഡ്. അവരെ രക്ഷിതാവും അവരുടെ കർത്താവും അവരുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു മധ്യാകാശത്തിൽ തൻ്റെ മക്കളെ ചേർക്കുവാൻ അവൻ വരുന്ന കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ച സഭയ്ക്കും പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾക്കും ബോധ്യമുണ്ടായിരിക്കും. വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ ജീവിക്കും. ഹല്ലേലൂയ. വരുന്നവനോടുകൂടി എടുക്കപ്പെട്ടുകൊണ്ട് നിത്യതയിൽ ജീവിക്കുമെന്നുള്ള വചനവും വാഗ്ദത്വവും ഇവിടെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം ക്രമപ്പെടുത്തിക്കൊണ്ട് ഹാബേൽ തൻ്റെ ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ മുൻപിൽ അവന്റെ നടപ്പ് ക്രമപ്പെടുത്തിക്കൊണ്ട് താൻ ജീവിച്ചു. ദൈവം അതിൽ പ്രസാദിച്ചു. ആ ആരാധനയിൽ ദൈവം സാക്ഷീകരിച്ചു. ചില ലാഭങ്ങളോ നേട്ടങ്ങളോ ഉണ്ടാകേണ്ടുന്നതിനുള്ള ആരാധനയായിരുന്നില്ല ഹാബേലിന്റെ ആരാധന. തന്നെ യാഗപീഠത്തിൽ
സമർപ്പിച്ചുകൊണ്ടുള്ള ആരാധന. ഒരാടിനെ യാഗമായി അർപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം എഴുതി കാണിക്കുന്നു, വിശ്വാസത്താൽ യാഗമർപ്പിച്ചു. ഹാബേലിന്റെ ഹൃദയത്തിലെ വിശ്വാസം എന്തായിരുന്നു? ഈ ആടിനെ ഞാൻ യാഗമർപ്പിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ എന്ത് ചെയ്യുന്നു? യാഗമർപ്പിക്കുന്നു. ഇനി എനിക്കായി എൻ്റെ ഇഷ്ടങ്ങൾക്കോ എൻ്റെ താല്പര്യങ്ങൾക്കോ എൻ്റെ ഹിതങ്ങൾക്കോ എൻ്റെ വഴികൾക്കോ പ്രസക്തിയില്ല. അതെല്ലാം തന്നെ സമ്പൂർണമായും ഈ ആടിനെ അതിൻ്റെ ജീവനെ തിരിച്ചെടുക്കാൻ കഴിയാതെ യാഗമാക്കിയതുപോലെ എന്നെ തന്നെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ യാഗമാക്കുന്നു എന്ന് വിശ്വാസത്താൽ എന്നുള്ള ഒറ്റ പദമാണ് ഹല്ലേലൂയ കയീന്റെയും ഹാബേലിന്റെയും ആരാധനയിലെ വ്യത്യാസം. കയീൻ ആരാധന അർപ്പിച്ചു, വിശ്വാസത്താൽ എന്ന പദം കാണുന്നില്ല. ദൈവം ഹല്ലേലൂയ ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു എന്ന് വചനത്തിൽ കാണുന്നു. പുതിയ നിയമത്തിൽ കാണുന്നതോ വിശ്വാസത്താൽ കയീനിലും ഉത്തമമായ യാഗം ഹാബേൽ ദൈവത്തിന് അർപ്പിച്ചു. വിശ്വാസത്താൽ അർപ്പിച്ച കാര്യത്തെയാണ് അവിടെ ബോധ്യമാക്കുന്നത്. വിശ്വാസത്താൽ എന്തർപ്പിച്ചു? തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ അർപ്പിച്ചു. ഇന്ന് പലപ്പോഴും വിശ്വാസം തിരിഞ്ഞു കിടക്കുക. ജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭ്യമാണെന്നുള്ള കാര്യത്തിലാണ് ജനം എന്ത് ചെയ്യുന്നത്? ദൈവത്തെ വിശ്വസിക്കുന്നു. എന്നാൽ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് യാഗമാക്കിക്കൊണ്ടുള്ള ആരാധനയിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. ദൈവിക വാഗ്ദത്തം നമ്മൾ നേരത്തെ ചിന്തിച്ചു. എന്തായിരുന്നു? വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതീകരണത്തിന് രണ്ട് വശങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നീതീകരണമുള്ളൂ. ദൈവവചനം ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുമ്പോൾ അത് നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും ഉപദേശങ്ങളും വിധികളും അതിൻ്റെ വഴികളും പാപം ചെയ്താൽ അതിൻ്റെ പരിഹാര മാർഗങ്ങളും യാഗങ്ങൾ എന്നിത്യാദി സകലതും ചേർന്നുകൊണ്ടുള്ള ന്യായപ്രമാണം ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമ്പോൾ അതനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ഏദൻ തോട്ടത്തിൽ ദൈവത്തെ അനുസരണക്കേട് നിമിത്തം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം കൊടുത്ത പ്രമാണം ന്യായപ്രമാണം. ഏദൻ തോട്ടത്തിൽ ജീവനും മരണവും ദൈവം രണ്ട് വൃക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വെളിപ്പെടുത്തുന്നു. ജീവവൃക്ഷം എന്നുള്ളതും അറിവിന്റെ വൃക്ഷം എന്നുള്ളതും. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നു. ജീവവൃക്ഷം ആത്മാവിന്റെ ജീവനെ തരുന്നു, അത് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അറിവിന്റെ വൃക്ഷം മനുഷ്യന്റെ ആത്മാവിനും ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തി കളയുന്ന മരണത്തെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. അത് പിശാചിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് സ്വന്തം അറിവിൽ പ്രവേശിച്ചു. അറിവിന്റെ വൃക്ഷം, അറിവ്, ദേഹിയിലെ പാപം. മനുഷ്യൻ അവന്റെ അറിവിൽ, ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ച അറിവിൽ നിന്ന് മനുഷ്യന് ഈ അന്ത്യനാളുകളിൽ എത്തി നിൽക്കുമ്പോൾ പോലും സ്വന്തം അറിവിൽ നിന്നും ആ അറിവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പിശാചിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ജീവവൃക്ഷം പ്രതിനിധാനം ചെയ്യുന്ന ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ആത്മാവിൽ രക്ഷ അനുഭവിക്കാൻ അവന് കഴിയാതിരിക്കുമ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടും മടക്കിയെടുക്കുവാൻ കാലങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ മുൻപാകെ നീതിയോടുകൂടി ജീവിച്ച അബ്രഹാം എന്ന ഒരു പുരുഷൻ നിമിത്തം ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്ത്, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതി ഉണ്ടാകും, കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ നിനക്ക് സന്തതി ഉണ്ടാകും. രണ്ട് കാറ്റഗറിയായിട്ട് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുന്നു. ഒന്ന്, അന്ധകാരത്തിൽ ശോഭിക്കുന്ന നക്ഷത്രങ്ങൾ പോലെ, ലോകം എത്ര ഇരുട്ടിൽ പോയാലും ആത്മാവിന്റെ വെളിച്ചമുള്ള മക്കളെ കുറിച്ച് അബ്രഹാമിൽ നിന്ന് വരുന്നതിനെ കുറിച്ച് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. അതുപോലെ തന്നെ കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദേശത്തിൽ ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം മിസ്രയീം ദേശത്തിലേക്ക് പോയി. ഭക്തനാണ്, വിശുദ്ധനാണ്, ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനും ദൈവത്തോട്
പ്രാർത്ഥിക്കുന്നവനുമൊക്കെ ആയിരുന്ന ഒരു മനുഷ്യനാണ് അബ്രഹാം. പക്ഷേ ക്ഷാമമുണ്ടായപ്പോൾ അവൻ എന്ത് ചെയ്തു? മിസ്രൈമിലേക്ക് പോയി. ഇതൊരു വലിയ വാണിംഗാണ്. ദൈവത്തിന്റെ ജനം ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ഒരു പക്ഷേങ്കിൽ ആത്മീയമായോ ഭൗമികമായോ ഒരു പക്ഷേ ശാരീരികമായ ചില രോഗങ്ങളോ നമുക്ക് ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മളായിരിക്കുന്ന ദൈവ സാന്നിധ്യം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല എന്ന് വിശുദ്ധനായ ഒരു ഭക്തനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മിസ്രൈമിലേക്ക് പോയത് നിമിത്തം അബ്രഹാം തൻ്റെ ഭാര്യയ്ക്ക് ഒരു സഹായിയായി ഹാഗർ എന്നുള്ളൊരു സ്ത്രീ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നതും തന്നിമിത്തം അതിലൂടെ ഉണ്ടായ സന്തതിയായ ഇസ്മായേല്യ സന്തതിയിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം മുൻകൂട്ടി അറിയിച്ചതുപോലെ കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ ഇസ്മായേലിൽ നിന്ന് ജനിച്ച ഒരു കൂട്ടം സന്തതി ഉണ്ടായി. ഇസഹാക്കിൽ നിന്ന് ജനിച്ച ഒരു കൂട്ടം സന്തതി ഉണ്ടായി. ഇസഹാക്കിൽ നിന്ന് ജനിച്ച സന്തതി അക്ഷരികമായും ഒരു രാഷ്ട്രമായിട്ട് എന്ത് ചെയ്യുന്നു? അത് രൂപപ്പെടുന്നു. ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങൾ, ഈ 12 ഗോത്രങ്ങൾ ചേർന്ന് ഒരു രാഷ്ട്രമായിട്ട് എന്ത് ചെയ്യുന്നു? രൂപീകരിക്കപ്പെടുന്നു. ആ രാഷ്ട്രത്തിൽ നിന്നാണ് കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നത്? രക്ഷിതാവായി വരുന്നത്. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, ഗ്ലോറി ടു ഗോഡ്. എന്നാൽ യഹൂദന് വേണ്ടി ദൈവം ഇറങ്ങി വരുമ്പോൾ, അവനെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ സ്വന്തമായവർ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. പുറം ജാതിക്കാരായിരിക്കുന്നവരുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയ രക്ഷാപദ്ധതിയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, നീതീകരണത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പുറം ജാതിയിലുള്ളവർ വിശ്വസിച്ചു. അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച ഉണ്ടായപ്പോൾ അക്ഷരികമായ ഇസ്രായേലിന് മകളിൽ ആത്മീയമായ ഒരു ഇസ്രായേലായി ദൈവത്തിന്റെ സഭ രൂപീകരിക്കപ്പെടുന്നു. ആ ആത്മീയമായ സഭയെ കർത്താവിന്റെയും കർത്താവിന്റെ രഹസ്യവരവിൽ എടുക്കപ്പെടും. ആ എടുക്കപ്പെടുന്ന ദൈവത്തിന്റെ സഭ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടതുപോലെ ഈ അന്ത്യനാളുകളിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവസഭ, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവത്തിന്റെ മക്കൾ ചേർക്കപ്പെടും എന്ന് ഹാനോക്കിന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കാണിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 2 വ്യക്തി ജീവിതങ്ങളെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഹാബേലിനെ കുറിച്ചും 5-ാമത്തെ വാക്യത്തിൽ ഹാനോക്കിനെ കുറിച്ചും പറഞ്ഞിട്ട് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഇതേ വാക്യം പലപ്പോഴും പലരും ആ അധ്യായത്തിൽ നിന്ന് ഈ വാക്യം മാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കുള്ള വചനങ്ങളോ അതിൽ നിന്ന് താഴേക്കുള്ള വചനങ്ങളോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വ്യാഖ്യാനത്തിൻ്റെ ആത്മാവിനാൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനോ വിവേചനത്തോടെ മനസ്സിലാക്കാനോ വചനത്തിലെ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ അത് മനസ്സിലാക്കുവാനോ വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ അതിനെ മനസ്സിലാക്കുവാനോ തയ്യാറാകാതെ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ അവൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകിക്കൊണ്ട് ദൈവം പ്രതിഫലം നൽകുന്നു എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ വചനം വെളിപ്പെടുത്തുന്നത് വിശ്വാസത്താൽ എന്ത് ലഭിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ ജീവിക്കും. എന്റെ നീതിമാൻ എന്ന് പറയുമ്പോൾ കർത്താവ് നീതീകരിച്ച നീതി ലഭിച്ചിട്ടുള്ളവർ. കർത്താവ് നീതീകരിച്ച നീതീകരണത്തിലെ 2 വശങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. നിത്യമായ നരകമെന്ന ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ മറ്റൊരു മാർഗവുമില്ല. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ശിക്ഷാവിധികളും യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടതുകൊണ്ട് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷാവിധി മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ക്രിസ്തു കാൽവറി ക്രൂശിൽ തൂങ്ങുമ്പോൾ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ശിക്ഷാവിധികളും അവന്റെ മേൽ ചുമത്തപ്പെട്ടു. കർത്താവ് ക്രൂശിൽ പരമയാഗമായി തീർന്നു. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണത്തിൽ 2 വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ
ജീവിക്കും. ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടും മടക്കിയെടുക്കുവാൻ കർത്താവ് ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ തൻ്റെ സ്വന്തം ജനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? വചനത്തെ എഴുതി കൊടുക്കുന്നു. ദൈവത്തിന്റെ കൈയാണ് കൽപ്പലകയിൽ എഴുതി കൊടുക്കുന്നത്, ദൈവത്തിന്റെ പ്രമാണം. ഈ പ്രമാണത്തെ അനുസരിക്കുവാൻ എന്ത് ചെയ്തില്ല? കഴിയാതെ വന്നപ്പോൾ, ഗ്ലോറി ടു ഗോഡ്, കാലത്തിന്റെ സമ്പൂർണതയിൽ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ വന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, അതനുസരിക്കാത്തവൻ അതിനാൽ മരിക്കും. യേശുക്രിസ്തുവിന്റെ ശരീരം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് കർത്താവ് എന്ത് ചെയ്തു? അനുസരിച്ചു. അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കുന്നവൻ മരണമെന്നുള്ള ശിക്ഷാവിധി അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ചോദ്യത്തിന്റെ മുൻപിൽ ഒരു മറുപടി ഉണ്ട്. എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ ശാപങ്ങൾക്ക് വേണ്ടി, ഭൂലോകത്തിലുള്ള സകല മാനവകുലത്തിന്റെയും പാപങ്ങൾക്കും ശാപങ്ങൾക്കും രോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സകലവിധമായ ആ ശിക്ഷാവിധികൾ പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുവിന്റെ മേൽ എന്ത് ചെയ്തു? ചുമത്തപ്പെട്ടത് കൊണ്ട് ആ ചുമത്തപ്പെട്ട പാപം നിമിത്തം, എന്റെ പാപം നിമിത്തം, നമ്മുടെ പാപം നിമിത്തം, ലോക ജനതയുടെ സകല ജനതയുടെയും പാപം നിമിത്തം ക്രിസ്തു അതിന് പരിഹാരം എന്ത് ചെയ്തു? ക്രൂശിൽ വരുത്തി. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ശിക്ഷാവിധി, ന്യായപ്രമാണത്തിലെ ശിക്ഷാവിധി കർത്താവിന്റെ മേലായി. രണ്ടാമതെന്താണ്? ന്യായപ്രമാണത്തിന്റെ മറ്റൊരു വശം, അതിന്റെ നീതി എന്താണ്? പ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ഗ്ലോറി ടു ഗോഡ്. ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്ത ആദാം തുടങ്ങി, ആദാമിൽ നിന്ന് അന്തിമമായി ജനിക്കുന്ന ഒരു കുഞ്ഞ് പോലും വളർന്നു വലുതായി ജീവിച്ചാൽ പോലും യേശു ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചതുപോലെ ജീവിപ്പാൻ ആർക്കും സാധ്യമല്ല. കർത്താവ് ന്യായപ്രമാണത്തിന്റെ പൂർണ്ണതയാണ്. കർത്താവിന്റെ ശരീരമാണ് ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തത്? അനുസരിച്ചത്. ആ അനുസരിച്ച ക്രിസ്തുവിൽ നമ്മൾ നോക്കുമ്പോൾ, ക്രിസ്തുവിൽ ഇരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ന്യായപ്രമാണത്തിന്റെ നിവൃത്തി, ന്യായപ്രമാണത്തിന്റെ പൂർണ്ണത, ന്യായപ്രമാണത്തിന്റെ ജീവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ജീവനും മരണവും, ജീവവൃക്ഷം അറിവിന്റെ വൃക്ഷം. ന്യായപ്രമാണത്തിൽ ജീവനും മരണവും. പ്രമാണം അനുസരിക്കുന്നവൻ ജീവനിൽ കിടക്കും, അനുസരിക്കാത്തവൻ ശിക്ഷാവിധി എന്ന രണ്ടാം മരണത്തിൽ പോകും. കർത്താവായ യേശുക്രിസ്തു വീണ്ടും എന്ത് ചെയ്യുന്നു? കാൽവറി ക്രൂശിൽ ന്യായപ്രമാണം ലഭിച്ചതിനും വർഷങ്ങൾക്ക് ശേഷം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, ഗ്ലോറി ടു 2000 ചില്ലറ വർഷങ്ങൾക്ക് ശേഷം, ഗ്ലോറി ടു ഗോഡ്, കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനിൽ എന്ത് ചെയ്യും? കടക്കും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ പോകും. ജീവനും മരണവും അവന്റെ മേലിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അല്ലെ, വിശ്വസിക്കുന്നവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല. നിത്യമായ നരകം എന്ന രണ്ടാം മരണത്തിൽ അകപ്പെടാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ജീവനിൽ കടക്കും. തന്നിൽ വിശ്വസിക്കുന്നവർക്കോ ദൈവം കൊടുക്കുന്ന പ്രമാണം എന്താണ്? ദൈവം അവരുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തെ പരിശുദ്ധാത്മാവിനാൽ എഴുതുന്നു. എന്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കും, എന്റെ വചനത്തെ ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പോൾ പ്രമാണത്തിലെ ജീവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ലഭിച്ചവൻ ജീവനിൽ കടക്കും. പരിശുദ്ധാത്മാവ് ലഭിക്കാത്ത ഒരു മനുഷ്യനും നിത്യജീവനിൽ കടക്കുകയില്ല. അതാണ് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിക്കേണ്ടുന്നതിനുള്ള ദാഹവും വാഞ്ചയും താല്പര്യവും നമുക്ക് വർദ്ധിക്കേണ്ടുന്നതിന്റെ ആവശ്യകത. എന്റെ ആത്മാവിനെ കൂടാതെ നിങ്ങൾക്ക് നിത്യജീവനിൽ കടക്കാൻ സാധ്യമല്ല. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ഗ്ലോറി ടു ഗോഡ്. ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷവും അറിവിന്റെ വൃക്ഷമുണ്ട്, ജീവനും മരണവും. ന്യായപ്രമാണത്തിൽ ജീവനും മരണവും. അനുസരിക്കാത്തവൻ നിത്യനരകത്തിൽ പോകും, അനുസരിക്കുന്നവൻ അതിൽ കടക്കും. അനുസരിപ്പാൻ മനുഷ്യൻ അസാധ്യമായിരുന്നപ്പോൾ ക്രിസ്തുവേശു പ്രമാണത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ചു. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവന്റെ പുനരുദ്ധാനത്തിൽ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. യേശു ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടതിന്റെ കാരണം അവിടെ പറയുന്നു, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്. എന്താണ് വിശുദ്ധിയുടെ ആത്മാവെന്ന് ഇവിടെ സൂചിപ്പിച്ച് പറയുന്നത്? ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച
ക്രിസ്തുവിൽ ഇരുന്ന പരിശുദ്ധാത്മാവാണ് വിശുദ്ധിയുടെ ആത്മാവ്. Glory to God. പ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച ആത്മാവാണ് വിശുദ്ധിയുടെ ആത്മാവ്. ആ വിശുദ്ധിയുടെ ആത്മാവ് ക്രിസ്തുവിൽ അധിവസിച്ചിരുന്നത് കൊണ്ട് അവന്റെ ശരീരത്തെ മറവ് ചെയ്തെങ്കിലും മൂന്നാമത്തെ ദിവസം തൻ ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് അവന്റെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവായതുകൊണ്ട് അവൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുന്ന പുനരുത്ഥാനം പ്രാപിച്ചു. ഇതാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള സുവിശേഷം. ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ടുവെങ്കിലും മൂന്നാം ദിവസം വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തു, പുനരുദ്ധാനത്തിന് അനന്തരമുള്ളതാണ് ഞങ്ങളുടെ സുവിശേഷമെന്ന് ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. അന്ത്യനൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ പ്രസംഗം എന്താണ്? യേശു ജീവിച്ചിരുന്നപ്പോൾ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും, അത് തീർച്ചയായിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. പക്ഷേ അത് ആവർത്തിച്ച് ചെയ്തു പോവുക എന്നുള്ളതാണോ? മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷാ പദ്ധതിയുടെ മഹത്വം ആ സുവിശേഷം എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി കൊടുക്കണം. Glory to God. കന്യകയിൽ നിന്നാണ് ക്രിസ്തു ജനിച്ചു വന്നത്. Glory to God. എന്നാൽ അവൻ നമ്മെപ്പോലെ ഒരു ജഡശരീരത്തിൽ എന്ത് ചെയ്തു? നമ്മുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മുടെ ഇടയിൽ ജീവിച്ചു കാണിച്ചു തന്നു, പ്രമാണത്തെ ജീവിച്ച് കാണിച്ചു തന്നു. മാത്രമല്ല, തന്നിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവ്, ന്യായപ്രമാണത്തിന്റെ നിവൃത്തി ആയ പരിശുദ്ധാത്മാവ്, തന്നിമിത്തം ലഭിച്ച നിത്യജീവന്റെ ആത്മാവാണ് വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ ആത്മാവിൽ ആത്മപകർച്ച ദൈവം തരുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്താണ്? നിത്യജീവൻ. ഇത് നമുക്ക് അവകാശമാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചിരിക്കുന്നതെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 3-ാമത്തെ അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. വിശ്വാസത്തിന്റെ പ്രസംഗം, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ലഭിക്കുന്ന നീതീകരണത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹമാണ് നിത്യജീവൻ. Glory to God. അപ്പോൾ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. വിശുദ്ധിയുടെ ആത്മാവെന്ന് പറയാൻ കാരണം ന്യായപ്രമാണത്തെ പൂർണ്ണമായി ക്രിസ്തുവിന്റെ ശരീരം എന്ത് ചെയ്തു? അനുസരിച്ചത് കൊണ്ട്. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് എപ്പോഴാണ്? പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ. ആ പുനരുദ്ധാനം തന്നിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് സംഭവിക്കും എന്നുള്ള കാര്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് വിശ്വാസത്തിന്റെ പട്ടിക എഴുതുമ്പോൾ ആരാധനയുടെ പ്രസക്തി ഹാബേലിലൂടെ വെളിപ്പെടുത്തുന്നു. ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നതിന്റെ പ്രസക്തി ഹാനോക്കിലൂടെ വെളിപ്പെടുത്തുന്നു. ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ഹാനോക്കിലും അവന്റെ ജീവിതത്തിലും ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. Glory to God. ദൈവം ഹാനോക്കിൽ എന്ത് ചെയ്തു? പ്രസാദിച്ചു. അവിടെ 5-ാമത്തെ വാക്യം വരുമ്പോൾ, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ക്രിസ്തു മരണത്തിലൂടെ നിത്യജീവനിലേക്ക് എന്ത് ചെയ്തു? എടുക്കപ്പെടുമ്പോൾ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെടുന്ന കാര്യം എന്തിനാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്? കർത്താവിന്റെ രഹസ്യ വരവിൽ മരണം കാണാതെ എടുക്കപ്പെടുന്ന ഒരു സമൂഹം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. Glory to God. കർത്താവിന്റെ വരവ് താമസിയാതെയാണ് സംഭവിക്കുന്നതെങ്കിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, നമ്മൾ ക്രിസ്തു മരുവമലയിൽ രൂപാന്തരപ്പെട്ടതുപോലെ നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടും. ഇല്ല, നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുവെങ്കിൽ, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിച്ചിരിക്കുമ്പോൾ, യേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം തേജസ്സിൽ രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. ഈ കാര്യങ്ങൾ ദൈവത്തോട് ചേർന്ന് നടന്ന ഹാനോക്ക് തന്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി, തന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി, തന്റെ ജീവിതം കൊണ്ട് പ്രവചിച്ച്, തന്റെ ജീവിതം കൊണ്ട്
ദൈവപ്രസാദം ലഭിച്ച കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവത്തെ എന്ത് ചെയ്തു? പ്രസാദിപ്പിച്ചു. ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഇത് പറഞ്ഞതിന് ശേഷമാണ് 6-ാമത്തെ വാക്യം പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. അപ്പോൾ ഇന്നത്തെ ബലഹീനമായ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ദൈവത്തിന്റെ വചനം ശരിയായ അളവിൽ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയത്. അവരെന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്നെ അനുഗ്രഹിക്കാൻ, എന്നെ വിടിവിക്കാൻ, എന്നെ ഉയർത്താൻ, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം തരാൻ ഞാൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ വന്ന് വിശ്വസിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? അവന്റെ വിശ്വാസം കണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? പ്രസാദിക്കുന്നു എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ലഭിക്കുമെന്നിങ്ങനെ അതിയായ വിശ്വാസം ദൈവസന്നിധിയിൽ ഞാൻ പ്രയോഗിക്കുമ്പോൾ സ്വർഗത്തിലിരുന്ന ദൈവം അത് കണ്ടിട്ട് ദൈവം പ്രസാദിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇതിൽ പരം ഭോഷത്വമുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ ഉയർത്തും, ദൈവം മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് നമുക്ക് ആവശ്യമായിരിക്കുന്ന സമയത്തിൽ ദൈവം എന്ത് ചെയ്യും? തരും. രോഗസൗഖ്യം ദൈവം നമുക്ക് നൽകും, വിടുതലുകൾ നമുക്ക് ദൈവം തരും. അതെല്ലാമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, വിശ്വാസത്തിൽ എനിക്കെല്ലാം കിട്ടുമെന്ന് വിശ്വസിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുമെന്നുള്ളത് ശുദ്ധ മണ്ടത്തരമാണ്. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ആരെ കുറിച്ച് ആദ്യം പറഞ്ഞു? ഹാബേലിനെ കുറിച്ച്, വിശ്വാസത്താലുള്ള ആരാധനയെ കുറിച്ച്. ആ ആരാധനയിൽ എന്താണ് സംഭവിച്ചത്? യാഗം. സ്വയത്തെ എന്ത് ചെയ്തു? യാഗമാക്കി. തന്നിമിത്ത ഹാബേലിന്റെ ജീവിതത്തിലും എന്ത് സംഭവിച്ചു? കയീൻ ഹാബേലിനെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ദൈവം പ്രസാദിക്കുന്ന ഒരു വ്യക്തിയാണോ? കയീന്റെ ആത്മാവ് നിന്നെ ടാർഗറ്റ് ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല വാർത്തകൾ കേട്ടതല്ലേ? ചാർലി കിർക്ക് എന്ന് പറഞ്ഞ ഒരു സുവിശേഷകൻ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിളിച്ചു പറഞ്ഞ് അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ വരണം. അതിന് യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. അവൻ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ക്രൂശിൽ മരിച്ചു. നിന്നെ നീതീകരിച്ചുകൊണ്ട് നിന്നെ നിത്യതയിൽ ചേർക്കുവാൻ തക്കവണ്ണം ക്രിസ്തു 3-ാം ദിവസം എന്ത് ചെയ്തു? പുനരുദ്ധാനം പ്രാപിച്ചു. ആ ജീവന്റെ വെളിച്ചത്തിലേക്ക് എന്ത് ചെയ്യണം? ഇറങ്ങി വരണമെന്ന് ഇരുട്ടിന്റെ സകലവിധമായ പ്രവർത്തികൾക്കും എതിരെ പ്രസംഗിച്ചു. ഇന്ന് ഈ ലോകത്തിലുള്ള ഇരുട്ടിന്റെ സകല സിസ്റ്റത്തിനുമെതിരെ എന്ത് ചെയ്തു? പ്രസംഗിച്ച ഒരു സഭ ചെയ്യേണ്ടുന്ന ഒരു വലിയ ദൗത്യമാണ്. ഇരുട്ടിന്റെ പ്രവർത്തികൾക്കെതിരെയാണ് ദൈവസഭ എന്ത് ചെയ്യേണ്ടത്? ശബ്ദം ഉയർത്തേണ്ടിയത്. ഇരുട്ടിന്റെ പ്രവർത്തികൾക്ക് എതിരെയാണ് ദൈവത്തിന്റെ സഭ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. ആ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിന് വെടിവെച്ചു. പിന്നീട് ആ ശബ്ദം നിന്നു. പക്ഷേ നമ്മൾക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് നോക്കാൻ കഴിയുമ്പോൾ ഒരു ദൈവത്തിന്റെ ശബ്ദത്തെ തോക്കുകൊണ്ട് നിർത്താൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ഒരു ചാർലി കിർക്ക് അവിടെ നഷ്ടപ്പെട്ടു എങ്കിൽ 1,00,000 ചാർലി കിർക്ക് അവിടെ എന്ത് ചെയ്തു? ദൈവം എണീപ്പിച്ചു. കഴിഞ്ഞ 2000 വർഷമായിട്ടും പീഡകളുടെ അനുഭവങ്ങളിലൂടെ, ത്യാഗങ്ങളുടെ അനുഭവങ്ങളിലൂടെ, ഹല്ലേലൂയ, പീഡിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുകയും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ 2000 വർഷമായിട്ട് എന്ത് ചെയ്യുന്നു? മുൻപിലേക്ക് പോവുകയും കർത്താവിന്റെ വരവ് വരെയും ദൈവത്തിന്റെ സഭ പാതാള ഗോപുരങ്ങളെ ജയിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും കർത്താവ് ദൈവസഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുൻപിലുണ്ട്. ഹല്ലേലൂയ. പല രക്തസാക്ഷികളും ഹല്ലേലൂയ നമ്മൾ ദൈവസന്നിധിയിൽ പോകുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിച്ച ഹാബേൽ അതിൽ 1-ാമത്തെ രക്തസാക്ഷിയാണ്. ആരാധിച്ചതിൽ ദൈവസന്നിധിയിൽ 1-ാമത്തെ രക്തസാക്ഷിയാണ്. ഗ്ലോറി ടു ഗോഡ്. ഇവിടെയും വിശ്വാസത്തിന്റെ വീരന്മാരെ കുറിച്ച് എഴുതി വരുമ്പോൾ 6-ാം വാക്യത്തിലൂടെ വായിക്കുന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ ഇവിടെ ആര് പ്രസാദിപ്പിച്ചു എന്നാണ് പറയുന്നത്? എല്ലാം കിട്ടും എന്ന് വിശ്വസിച്ചപ്പോൾ ദൈവം പ്രസാദിച്ചു എന്നാണോ? ഹാബേലിൽ ദൈവം പ്രസാദിച്ചു. കൂടെ നടന്ന ഹാനോക്കിൽ ദൈവം പ്രസാദിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ കീ വേർഡ് എന്താണ്? ഹല്ലേലൂയ. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും.
വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് എന്താണ്? വരാനുള്ളവൻ വരും. അതാണ് ദൈവസഭയുടെ ആശ. അല്ലാതെ എനിക്ക് കേവലം നശിച്ചു പോകുന്ന ഒത്തിരി കാര്യങ്ങളെല്ലാം കൂടെ ദൈവം എന്ത് ചെയ്യും? എനിക്കിങ്ങ് തന്ന് എന്നെ എന്ത് ചെയ്യും? എനിക്ക് തന്ന് ദൈവം എന്ത് ചെയ്യും? പ്രസാദിക്കും എന്നാണോ? ഹല്ലേലൂയ. ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം ദൈവം എനിക്ക് തന്നിട്ട് ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു എന്നാണോ? ഹല്ലേലൂയ. വചനത്തിൽ നിന്ന് വെളിപ്പെടുത്തണം. വചനം വെളിപ്പെടുത്തുവാൻ വ്യാഖ്യാനത്തിന്റെ ആത്മാവ് വേണം, വെളിപ്പാടിന്റെ ആത്മാവ് വേണം. വചനത്തിലെ ജ്ഞാനം, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നില്ലെങ്കിൽ പിശാച് എന്ത് ചെയ്യും? വഴിതെറ്റിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയും, മറ്റൊരു യേശുവിലേക്ക് മറിയും. ഗ്ലോറി ടു ഗോഡ്. ദൈവജനം ഭയപ്പെടുക. അപ്പോൾ വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നോടുകൂടെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. വരാനുള്ളവൻ വരും, അതിനെനിക്ക് ഉറപ്പുണ്ട്. അത് കാണാത്ത ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല. 2000 വർഷമായിട്ട് ദൈവസഭ കാത്തിരിക്കുന്നു. ഈ അന്ത്യതലമുറയിൽ ആയിരിക്കുന്ന ദൈവസഭയിൽ ഉൾപ്പെടുന്ന നമ്മളും എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. പക്ഷെ അവൻ വരും എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ആ കാണാത്ത കാര്യത്തിൽ എന്തുണ്ട്? നിശ്ചയമുണ്ട്. ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിൽ നിശ്ചയമുണ്ട്. അങ്ങനെ അത് വിശ്വസിച്ച് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആരാധനയുടെ പ്രസക്തി ഹാബേലിലൂടെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ സഭ, ദൈവത്തെ ആരാധിക്കേണ്ടിയത്, ദൈവത്തെ പ്രസാദിപ്പിച്ച് ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഹാബേലിലൂടെ ദൈവം എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ എങ്ങനെ നടക്കണമെന്ന് വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് നടന്ന ഹാനോക്കിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തിയിട്ട് ഹാനോക്ക് നടന്നതുപോലെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർ മരണം കാണാതെ ഹാനോക്ക് എടുക്കപ്പെട്ടതുപോലെ ഒടുക്കത്തെ ശത്രുവായ മരണത്തെ അതിജീവിച്ച് നിത്യതയിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് എന്നേക്കുമായി യുഗായുഗമായി നിത്യതയിൽ വാഴുവാൻ കഴിയുമെന്ന് ഹാനോക്കിന്റെ ജീവിതത്തിലൂടെ പ്രവചിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. വീണ്ടും വെളിപ്പെടുത്തുന്നത് ആരെ കുറിച്ചാണ്? തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യും? പ്രതിഫലം കൊടുക്കുന്നു. ഇവിടെ ദൈവം കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ വാസം ചെയ്യുന്നതാണ് പ്രതിഫലം. അതുകൊണ്ടാണ് 35 വാക്യത്തിൽ വരുമ്പോൾ, എബ്രായർ 10:35, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇവിടെ പറയുന്നത് എന്താണ്? മഹാപ്രതിഫലം. എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ധൈര്യപ്പെടുവിനെന്ന് പറഞ്ഞത്? ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ അവരുടെ സമ്പത്തുകളെ എന്ത് ചെയ്തു? കണ്ടുകെട്ടിയപ്പോൾ അതിനേക്കാൾ ഉത്തമമായൊരു സമ്പത്ത് സ്വർഗത്തിലുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. എന്തായിരുന്നു വാഗ്ദത്തം? വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. പലപ്പോഴും പലരും വാഗ്ദത്തം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എങ്ങോട്ടോ പോവുകയാണ്. ഗ്ലോറി ടു ഗോഡ്. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല എന്നുള്ള വാഗ്ദത്തമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തമ സമ്പത്ത്, ഉയരത്തിലെ ഉത്തമ സമ്പത്ത്. ആ ഉത്തമ സമ്പത്ത് എന്ന് പറയുന്നതാണ് മഹാപ്രതിഫലം. ഇവിടെ നമ്മൾ വായിച്ചു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം തരുന്നുവെന്നും വിശ്വസിക്കേണ്ടല്ലോ. ഇവിടെ കിട്ടുന്ന പ്രതിഫലം എന്തായിരുന്നു? വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് മഹാപ്രതിഫലം ആണ്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച ഹാബേലിന് ലഭിച്ച പ്രതിഫലം എന്താണ്? ഹാബേലിന്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വരണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ദൈവം ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? മറുപടി തരികയും ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രസാദിച്ചു എന്നാണോ? ഗ്ലോറി ടു ഗോഡ്. ഹാബേലിൽ ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ലഭിച്ചിട്ടാണോ? ഹാബേൽ തന്റെ ജീവിതത്തെ എന്ത് ചെയ്തു? അർപ്പിച്ചപ്പോൾ അതിൽ ദൈവം പ്രസാദിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ ഹാനോക്കിന് എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങോട്ട് ലഭിച്ചത് കൊണ്ടാണോ അവിടെ പ്രസാദം എന്നുള്ള കാര്യം വന്നത്? ഹാനോക്കിൽ ദൈവം പ്രസാദിച്ചെന്താണ്? തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ക്രമപ്പെടുത്തിക്കൊണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അവർ വാക്കുകൊണ്ട്, ദുഷ്ടന്മാരുടെ വാക്കുകൾ കൊണ്ട് പോലും നിന്ദിക്കപ്പെടുന്ന ഒരു സമയം ഹാനോക്കിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഹല്ലേലൂയ.
ആ നിന്ദിക്കപ്പെടുന്ന അനുഭവത്തിന്റെ മധ്യത്തിലും അവൻ ദൈവത്തെ എന്ത് ചെയ്തു? മുറുകെ പിടിച്ചു. Glory to God. കർത്താവിന്റെ നാമത്തെ എന്ത് ചെയ്തു? മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അതിശയിച്ചു പോകും. യൂദയുടെ പുസ്തകത്തിൽ 15-ാമത്തെ വാക്യത്തിൽ, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തി കെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം. അപ്പൊ ഭക്തി കെട്ട പാപികൾ ആർക്കെതിരെ തിരിഞ്ഞു? ഹാനോക്കിനെതിരെ തിരിഞ്ഞു. നിഷ്ഠൂരമായ വാക്കുകൾ എന്ത് ചെയ്തു? ഹാനോക്കിനെതിരെ എന്ത് ചെയ്തു? പ്രയോഗിച്ചു. കയീൻ ഹാബേലിനെതിരെ എന്ത് ചെയ്തു? തിരിഞ്ഞു. ഹാനോക്കിനെതിരെ ഭക്തി കെട്ട പാപികൾ എന്നാണ്. അപ്പോ ഭക്തി കെട്ട പാപികൾ എന്ന് പറയുമ്പോൾ അവർ ദൈവത്തെ വിശ്വസിച്ചിരുന്നവരായിരുന്നുവോ? ദൈവത്തെ വിശ്വസിച്ചിരുന്നവരായിരുന്നു. നമ്മളെ ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ അറിയാം. ചരിത്ര പുസ്തകം എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ വരുമ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ അറിയാം. ദൈവത്തെ ആരാധിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഭക്തിയില്ലാതെ ജീവിച്ചിരുന്ന പാപികൾ നിമിത്തം ദൈവത്തോട് ചേർന്ന് നടന്ന ഹാനോക്കിനെ എന്ത് ചെയ്തു? നിഷ്ഠൂരമായ വാക്കുകൾ പ്രയോഗിച്ചു. വിശ്വാസം ത്യജിച്ചിട്ട് പോയോ? ഇല്ല. അപ്പോഴും ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ ആ നടപ്പിൽ ഹാനോക്കിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. എന്നിട്ടാണ് പറയുന്നത്, എന്നിട്ടാണ് അവിടെ പറയുന്നത് എന്താ? വിശ്വാസത്താൽ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ എന്ത് ചെയ്യുന്നു? അത് കിട്ടും, ഇത് കിട്ടും, എല്ലാം കിട്ടും, ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. വിശ്വസിച്ചപ്പോൾ ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ദൈവസഭയിൽ ഇരുന്ന് ഇങ്ങനെ ഒരു വിശ്വാസി എന്ത് ചെയ്യാണ്? അന്തമിട്ട് വിശ്വസിക്കുക. വിശ്വസിച്ചപ്പോൾ എന്നാൽ ഇവനിൽ ഞാൻ എന്ത് ചെയ്ത് കളയാം? പ്രസാദിച്ചു കളയാം. എല്ലാം വാരിക്കോരി എന്ത് ചെയ്തു? കൊടുക്കുന്നു. കിട്ടിയപ്പോൾ അവനും പ്രസാദം. എന്ത് ശുദ്ധ മണ്ടത്തരമാണ്! ഭോഷ്കിന്റെ ആത്മാവാണ് അന്ത്യനാളുകളിൽ ജനത്തെ വഞ്ചിച്ചു കൊണ്ടുപോകുന്നു. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാം. അവിടെ വചനം വ്യക്തമായി പറഞ്ഞു, രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ ദൈവം ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. എന്ന് പറഞ്ഞാൽ ദൈവം അയക്കും എന്ന് പറയുമ്പോൾ ഓർക്കണം, അവർക്ക് അത് കേൾക്കാനും അത് പ്രാപിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ദൈവം എന്ത് ചെയ്യുന്നു? കൈവിടുകയാണ്. ഭയപ്പെടുക. നിത്യജീവനാണ് യേശുക്രിസ്തുവിലൂടെ വച്ചിരിക്കുന്ന ഏക അനുഗ്രഹം. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തിൽ വെച്ചിരിക്കുന്ന എന്താണ്? ജീവൻ. ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വെക്കുന്നു, നിനക്ക് തെരഞ്ഞെടുക്കാം. മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിൽ അവിടെ എന്ത് ചെയ്തു? തെറ്റി. ആ തെറ്റിയ അനുഭവത്തെ വീണ്ടും മടക്കി കൊണ്ടുവന്നതാണ് ക്രൂശിൽ. ഗ്ലോറി ടു ഗോഡ്. അതിന്റെ പൂർത്തീകരണമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവനുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷം, അറിവിന്റെ വൃക്ഷം. ജീവവൃക്ഷം ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു, അറിവിന്റെ വൃക്ഷം പിശാചിനെ പ്രതിനിധാനം ചെയ്യുന്നു. ന്യായപ്രമാണത്തിലും 2 കാര്യം, ജീവനും മരണവും. ക്രിസ്തുവിലും 2 കാര്യവും. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല, നിത്യമായ ലജ്ജയിലേക്ക് പോകത്തില്ല. വിശ്വസിക്കുന്നവൻ ജീവരക്ഷയിൽ പോകും. പരിശുദ്ധാത്മാവോ, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ നിത്യനരകത്തിൽ എന്ത് ചെയ്യും? മാറ്റപ്പെടും. പരിശുദ്ധാത്മാവ് ഉള്ളവനോ നിത്യജീവനിൽ കടക്കും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ സകല കാര്യത്തിൽ നിന്നും, ന്യായപ്രമാണത്തിലൂടെ ജീവൻ പ്രാപിക്കാൻ കഴിയാത്ത സകല കാര്യത്തിൽ നിന്നും ക്രിസ്തു യേശുവിലൂടെ ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷയും കൊടുത്ത് നീതീകരണത്തിന് അനന്തരം ലഭിക്കേണ്ടിയ വാഗ്ദത്തമായ നിത്യജീവൻ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? തരുമ്പോൾ ദൈവസഭയിൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടുന്നതിന്, പരിശുദ്ധാത്മാവിനാൽ ജീവിതം ക്രമപ്പെടുത്തേണ്ടുന്നതിന് വചനം വ്യക്തമായി പറയുന്നു, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, എന്റെ വചനത്തെ എന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതും. അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നവർ കൈകൊണ്ടുള്ള പരിച്ഛേദനയല്ല, ഹൃദയ പരിച്ഛേദനയാണ് ഏറ്റിരിക്കുന്നത്. പുറമേയുള്ള യഹൂദനല്ല, അവൻ അകമേ യഹൂദനായവനാണ്. ഗ്ലോറി ടു ഗോഡ്. അവർക്ക് മനുഷ്യരാലുള്ള പുകഴ്ചയല്ല, ദൈവത്താൽ തന്നെയുള്ള പുകഴ്ച ലഭിക്കും. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടവരായി, ദൈവത്തിന്റെ അപ്പോസ്തലന്മാരുടെ സുവിശേഷം നിമിത്തം ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതപ്പെട്ടവരായി, കൈകൊണ്ടല്ല, മഷി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടവരായി, ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ വഹിക്കുന്നവരായി, ആത്മാവിനാൽ ഹൃദയ പരിച്ഛേദന ഏറ്റവരായി ദൈവത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ ഹാനോക്ക് നടന്നതുപോലെ
നമ്മൾ ദൈവസഭ നടക്കുന്നുവെങ്കിൽ അനധിവിദൂര ഭാവിയിൽ കാണാതെയാകും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? യോബിന്റെ പുസ്തകത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഭക്ഷണത്തെ അണ്ണാക്ക് എന്ത് ചെയ്യുന്നു? രുചിച്ചു നോക്കുന്നു. കൂടുതൽ ആസ്വദിക്കണോ, അകത്തോട്ട് ഇറക്കണോ, തുപ്പണോ? എന്നിട്ട് ആക്ഷേപത്തോടു കൂടിയുള്ള ദൈവത്തിൻ്റെ വചനത്തെയോ അന്തരേന്ദ്രിയം ശോധന ചെയ്യുന്നു. ഉണയ്ക്കുന്നുണ്ടോ, ദാഹിക്കുന്നുണ്ടോ, അത് ഉൾക്കൊള്ളാൻ ആത്മാവിന് അകത്തെ ഇന്ദ്രിയത്തിന് ജീവനുണ്ടോ? ഹൃദയ അന്തർഭാഗത്തിലേക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ, ഇറക്കുവാൻ വായ് വിസ്താരത്തിൽ തുറന്നുകൊണ്ട്, വിശ്വാസത്തിന്റെ വായ് വിസ്താരത്തിൽ തുറന്നുകൊണ്ട് നിത്യജീവന്റെ വചനങ്ങളെ വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ദൈവസഭയുടെ മധ്യത്തിൽ അത് വ്യാപരിക്കും. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവൻ ബലാത്കാരം ചെയ്യണം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ മഹാപ്രതിഫലം എന്നുള്ളത് എവിടെ കിട്ടുന്നു? നിത്യതയിൽ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ അടുത്തൊരു ചോദ്യം വരും, അത് ലഭിക്കുന്നത് വരെ നമുക്ക് ഭൂമിയിൽ പ്രതിഫലമൊന്നും വേണ്ടയോ? അതേ അധ്യായത്തിൽ തന്നെ മോശയുടെ ഭാഗം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയില്ലെങ്കിലും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ദൈവമൊന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഒന്നാമത് നമ്മൾ ചിന്തിച്ചെന്താണ്? മഹാപ്രതിഫലം. അത് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. ആ ഉത്തമ സമ്പത്തായ ക്രിസ്തു വരുമെന്നും എൻ്റെ നീതിമാൻ തന്നോടുകൂടെ ജീവിക്കുമെന്നുള്ളത് ആ മഹാപ്രതിഫലം എന്ത് ചെയ്തു? നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞവർ ഹാബേൽ ദൈവത്തെ ആരാധിച്ചതുപോലെ ദൈവം മുമ്പാകെ ജീവിച്ച് ക്രമപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ, അനുതപിച്ച് മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് ദൈവം മുമ്പാകെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുമ്പോൾ അത് ദൈവത്തിന് എന്താണ്? പ്രസാദം. അപ്പോൾ വിശ്വാസത്തോടു കൂടിയുള്ള ആരാധനയിൽ ദൈവം എന്ത് ചെയ്യുന്നു? പ്രസാദിക്കും. ദൈവം പ്രസാദിക്കുന്ന കാര്യമാണ്, മനുഷ്യൻ പ്രസാദിക്കുന്ന കാര്യമല്ല. ഇപ്പൊ എനിക്കൊരു പ്രാർത്ഥനാ വിഷയം ദൈവം തരുമ്പോൾ അത് നിമിത്തം ഞാൻ ദൈവത്തോട് പ്രസാദിക്കുന്നു എന്നല്ലേ സ്വാഭാവികമായിട്ടുള്ള ചിന്ത. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം പ്രസാദിക്കണം. ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ ഹാനോക്കിന്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. അപ്പോൾ മഹാപ്രതിഫലം എന്ന് പറയുന്നത് വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ഭൂമിയിലെ പ്രതിഫലത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കാം. മോശയെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. 2 വ്യക്തികളെയാണ് നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഹാനോക്കിനെ കുറിച്ചും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ ഹാബേലിനെ കുറിച്ച് ചിന്തിച്ചു. ഇപ്പോൾ നമ്മൾ നോഹയെ കുറിച്ച് ചില കാര്യങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ ഒന്ന് ചിന്തിച്ച് തുടങ്ങി. ഗ്ലോറി ടു ഗോഡ്. ദൈവം അനുവദിക്കുന്ന പക്ഷം വരുന്ന ആഴ്ചയിൽ നോഹയെ കുറിച്ച് അല്പമായിട്ട് ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥിക്കുവിൻ. ഗ്ലോറി ടു ഗോഡ്. 11-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവന് 3 മാസം എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. 25-ാമത്തെ വാക്യത്തിൽ, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. അവിടെ കാണുന്നത് എന്താണ്? പ്രതിഫലം താരതമ്യം ചെയ്യുകയാണ്. ആര്? മോശ. ഫറവോന്റെ കൊട്ടാരത്തിലെ സകല നിക്ഷേപങ്ങളെയും വച്ചിട്ട് ഭൂമിയിലെ പ്രതിഫലത്തെ മോശ എന്ത് ചെയ്യുന്നു? താരതമ്യം ചെയ്യുന്നു. ഭൂമിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഫറവോന്റെ കൊട്ടാരം എന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ധനസമൃദ്ധിയുള്ളതാണ് ഫറവോന്റെ കൊട്ടാരം. ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനപ്പേരുള്ള മോശ പ്രതിഫലത്തെ വച്ച് താരതമ്യം ചെയ്യുകയാണ്. ഭൂമിയിലെ പ്രതിഫലം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കൊട്ടാരത്തിലെ സകല സുഖ സമൃദ്ധിയേക്കാൾ, സകല സമ്പത്തിന്റെ പെരുമയേക്കാൾ ക്രിസ്തുവിനോടുകൂടിയുള്ള നിന്ന വലിയ ധനം എന്ന് എണ്ണി കൊട്ടാരത്തിലെല്ലാ മഹിമയും എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞിട്ട് ഈ ജനത്തെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കേണ്ടുന്നതിന് മോശ ഇറങ്ങിപ്പോകുമ്പോൾ പ്രതിഫലം നോക്കിയിട്ടാണ് മോശ ഇറങ്ങിപ്പോയത്.
അപ്പോൾ ഭൂമിയിലെ പ്രതിഫലം എന്താണ്? മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ നാമത്തിൽ ലഭിക്കുന്ന നിന്ദയാണ് ഭൂമിയിലെ പ്രതിഫലം. സ്വർഗത്തിലെ പ്രതിഫലമോ? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തായ ക്രിസ്തു. ഈ രണ്ട് കാര്യങ്ങളാണ് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 11-ാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കും. ഈ രണ്ട് കാര്യത്തിനെയും വിട്ടിട്ടാണ് ദൈവം എനിക്ക് അത് തരും, ഇത് തരും, എല്ലാം തരും. ദൈവസന്നിധിയിൽ വരുമ്പോൾ വിശ്വാസം കൂടാതെ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എനിക്കെല്ലാം കിട്ടുമെന്ന് വിശ്വസിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എന്തെല്ലാം തിരുത്തപ്പെട്ട് നമ്മൾ വരണം. സ്വർഗത്തിലെ പ്രതിഫലം ഇവിടെ നമ്മൾ കണ്ടു, ഭൂമിയിലെ പ്രതിഫലവും കണ്ടു. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ സ്വർഗത്തിലെ പ്രതിഫലം കാണണം, ഭൂമിയിലെ പ്രതിഫലവും കാണണം. 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതും അത് തന്നെയാണ്. എന്താണ്? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. അപ്പൊ അടുക്കൽ വരണമെങ്കിൽ അവൻ എന്തുണ്ടാകണം? ദൈവമുണ്ടെന്നുള്ള ബോധ്യമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തോട് അടുക്കണമെങ്കിൽ ആ കാര്യം അവിടെ ഉള്ളത് കൊണ്ടാണ് അതിനോട് എന്ത് ചെയ്യുന്നത്? അടുക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ സംശയദൃഷ്ടിയോടുകൂടിയാണോ വരേണ്ടി? അല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ആദ്യം മനസ്സിലാക്കണം എന്ത്? ദൈവമുണ്ടെന്ന് കാഴ്ചപ്പാട് ലഭിക്കാത്ത ഒരുത്തൻ എങ്ങനെ ദൈവത്തിന്റെ അടുക്കൽ വരാൻ കഴിയും? കാഴ്ചപ്പാട് ലഭിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻസിറ്റീവ്നെസ്സിലൂടെ എന്ത് ചെയ്യണം? അവൻ തിരിച്ചറിയണം. ആ ശബ്ദത്തിലൂടെ അവൻ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ആ സാന്നിധ്യത്തിലൂടെ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ആ വെളിച്ചത്തിലൂടെ അവൻ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ആ സത്യത്തിലൂടെ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അവിടം എന്താണ്? ദൈവം അധിവസിക്കുന്ന ഇടമാണെന്ന് അവൻ തിരിച്ചറിയണം. ദൈവം എവിടെ അധിവസിക്കുന്നു? ദൈവസഭയിൽ. അവിടം ദൈവം അധിവസിക്കുന്ന ഇടമാണോ എന്ന് വരുന്നവൻ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കേണ്ടേ, നായ്ക്കുട്ടികൾ അതിന്റെ യജമാനനെ എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. ആ യജമാനനെ അത് കാണുന്നില്ലെങ്കിലും ആ യജമാനൻ ഗേറ്റിന്റെ അടുക്കൽ വരുമ്പോൾ ആ നായ്ക്കുട്ടികൾ ആ യജമാനന്റെ മണത്തെ എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു. അത് എന്ത് ചെയ്യുന്നു? സന്തോഷം പ്രകടിപ്പിക്കുന്നു. തന്റെ യജമാനന്റെ കാഴ്ച തനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും നായ്ക്കുട്ടികൾ ഗന്ധം കൊണ്ട് യജമാനനെ തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വരുന്നവർ ദൈവത്തിന്റെ സാന്നിധ്യ ബോധ്യം തിരിച്ചറിയുമ്പോൾ ആ സന്തോഷത്തിന്റെ പ്രകടനം എന്തുകൊണ്ട് കാണിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അളവറ്റ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ആ സാന്നിധ്യം അവൻ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ അവന് സന്തോഷിക്കാൻ കഴിയാത്തത്. വചനത്തിൽ എന്താ വെളിപ്പെടുത്തിയത്? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഹാബേൽ പ്രതിഫലം പ്രാപിച്ചുവോ? ദൈവം പ്രസാദിച്ചു ആരാധനയെ. ഹാനോക്ക് പ്രതിഫലം പ്രാപിച്ചുവോ? ദൈവം പ്രസാദിച്ചു എന്നാണ് വായിക്കുന്നത്. നോഹയിൽ ദൈവം പ്രസാദിച്ചുവോ? ഇതെല്ലാ കഥാപാത്രങ്ങളെയും കളഞ്ഞിട്ട് ഇന്നത്തെ വിശ്വാസികൾ എന്ത് ചെയ്യുന്നു? ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. അതെല്ലാം ദൈവത്തിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ദൈവം ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ദൈവം എല്ലാം എനിക്ക് വേണ്ടി പ്രതിഫലം തരുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. വിശ്വസിച്ചപ്പോഴത്തേക്ക് ദൈവം സ്വർഗത്തിൽ ഇരുന്ന് എന്ത് ചെയ്തു? പ്രസാദിച്ചു. അവനെല്ലാം കിട്ടുമെന്ന് എന്ത് ചെയ്യുന്നു? അവൻ അന്തം വിട്ട് വിശ്വസിക്കുന്നു. ഞാൻ പ്രസാദിക്കും. വല്ല മനസ്സിലാവണമെന്നുണ്ടോ? മോശയുടെ പ്രതിഫലത്തെ കുറിച്ച്, മോശയെ കാട്ടിലും വലിയ പ്രതിഫലം വല്ലതും ഉണ്ടോ? ഫറവോന്റെ കൊട്ടാരത്തിലെ സകല സുഖ സമൃദ്ധികളും സമ്പത്തിന്റെ കൂമ്പാരവും ഉണ്ടായിരുന്ന കൊട്ടാരത്തിൽ, അധികാരത്തിന്റെ കൂമ്പാരം ഉണ്ടായിരുന്ന കൊട്ടാരത്തിൽ, ഗ്ലോറി ടു ഗോഡ്, ആ മുദ്രാമോതിരത്തിൽ ഒരടയാളപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പവർ എന്താണ്? ആർക്കും അതിന്റെ മുകളിൽ അധികാരമില്ലാതെ വണ്ണമായിരുന്നു ഫറവോന്റെ കൊട്ടാരത്തിലെ മുദ്രാമോതിരത്തിന്റെ അടയാളം. അത് ലഭിച്ചിരുന്നവൻ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനപ്പേരും എല്ലാ മഹിമയും വിട്ടെറിഞ്ഞിട്ട് ദൈവജനത്തെ രക്ഷിക്കേണ്ടുന്നതിന്, ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് അവരെ രക്ഷിക്കേണ്ടുന്നതിന്, കനാനിലേക്ക് അവരെ കൊണ്ടുപോകേണ്ടുന്നതിന് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. പ്രതിഫലം നോക്കിയതുകൊണ്ട് നിന്നയാണ് ഈ ഭൂമിയിലെ എന്ത് പ്രതിഫലം. നിത്യതയിലെ പ്രതിഫലം എന്താണ്? വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഗ്ലോറി ടു ഗോഡ്. ആശിക്കുന്ന എന്താണ്? കർത്താവിൻ്റെ വരവ്. ആ ആശിക്കുന്ന കാര്യത്തിൽ എനിക്കൊന്നുണ്ട്? ഉറപ്പ്. എങ്ങനെ ഉറപ്പ് കിട്ടി? വചനത്തിലൂടെ. എങ്ങനെ ഉറപ്പ് കിട്ടി? പരിശുദ്ധാത്മാവിലൂടെ.
ഹല്ലേലൂയ. ദൈവപുത്രന്മാരുടെ വെളിപ്പാട് സംഭവിക്കും എന്ന് എന്ത് ചെയ്യുന്നു? ഗ്ലോറി ടു ഗോഡ്. പ്രകൃതി പോലും എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. റോമർക്കെതിരെ 8-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ, ആത്മാവിന്റെ വീണ്ടെടുപ്പ്, പ്രാണന്റെ വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. ആ ശരീരത്തിന് കൂടി എന്തുണ്ട്? പുനരുത്ഥാനമുണ്ട്. ദൈവമക്കൾക്കുള്ള പ്രത്യാശ ഏതാണ്? ആത്മാവിന്റെ വീണ്ടെടുപ്പ്, പ്രാണന്റെ വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിൽ നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും അശേഷം അനിന്യമാമണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെടുമാറാകട്ടെ. ഗ്ലോറി ടു ഗോഡ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ 23-ാമത്തെ വാക്യത്തിൽ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും എന്ത് ചെയ്യട്ടെ? ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും. അപ്പോൾ ഒരു മനുഷ്യൻ എന്തുണ്ട്? ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ദേഹമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. അപ്പൊ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. എന്തൊരു പ്രത്യാശയല്ലേ? ഗ്ലോറി ടു ഗോഡ്. നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അനന്യമായി വെളിപ്പെടും വണ്ണം നമ്മെ കാക്കുന്ന ദൈവത്തിന്റെ കൃപ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിലെ ആശയാണ്. ആ ആശിക്കുന്ന കാര്യത്തിൽ എനിക്കെന്തുണ്ട്? ഉറപ്പുണ്ട്. ദൈവവചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് ഉറപ്പുണ്ട്. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ വരുന്നവനോടുകൂടെ എടുക്കപ്പെടും. അതിന്ന് ലോകം എന്ത് ചെയ്തില്ല? കണ്ടില്ല, കണ്ടിട്ടില്ല. കാണാത്ത കാര്യത്തിൽ എനിക്കെന്തുണ്ട്? നിശ്ചയമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ മഹാപ്രതിഫലം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുക എന്നുള്ളത്. നമ്മളിവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ശ്രേഷ്ഠമേറിയ പ്രതിഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശ തൻ്റെ ജീവിതത്തിലൂടെ അതിനെ വെളിപ്പെടുത്തി കാണിച്ചു തന്നു. നശിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തെ അവർ കടന്നു പോകാനിരിക്കുന്ന നിത്യനരകത്തിൽ നിന്ന് അവരെ നിത്യ കനാനിലേക്ക് നയിക്കപ്പെടേണ്ടുന്നതിന് ക്രിസ്തുവിനോടുകൂടെ നിന്ന് അനുഭവിക്കുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രതിഫലം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ഈ 2 പ്രതിഫലവും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാൻ. ആ പ്രതിഫലം ദൈവം എന്ത് ചെയ്യുന്നു? തരുന്നു. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കരയേണ്ട ആവശ്യമുണ്ട്. ദുഷിച്ച അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പീഡിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, നിഷ്ഠൂരമായ വാക്കുകൾ ആനോക്കിനെതിരെ പ്രയോഗിച്ചു നിന്ദിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. ഹാബേലിനെതിരെ എന്ത് ചെയ്തു? വാളെടുത്തു. സ്തോത്രം. കയ്യിനെന്ത് ചെയ്തു? അവനെ കൊന്നുകളഞ്ഞു. എവിടെ വെച്ചാ കൊന്നത്? വയൽ. കയ്യനും ദൈവത്തെ ആരാധിച്ചു, ഹാബേലും ദൈവത്തെ ആരാധിച്ചു. 2 പേരും കൂടി എവിടെ പോയി? വയൽ. എന്ത് വയൽ? സുവിശേഷ വയൽ തന്നെ ആയിരിക്കുമ്പോൾ സൂക്ഷിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും കാണും, ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കയ്യനെ പോലുള്ളവരും കാണും. കയ്യിന്റെ ലക്ഷ്യം എന്താണ്? നീ ദൈവത്തെ പ്രസാദിപ്പിച്ചത് കൊണ്ട് എന്ത് ചെയ്യണം? നിന്നെ തീർത്ത് കളയാം. ഹല്ലേലൂയ. ബി കെയർഫുൾ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ നിൽക്കുമ്പോൾ ശത്രുവായവൻ ലക്ഷ്യം വയ്ക്കും. അഭിഷേകം ലഭിച്ചിരുന്ന വ്യക്തിയാണ് ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നത്, ശൗൽ. അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവന്റെ ലക്ഷ്യം എന്താണ്? അഭിഷേകം ഉള്ളവനെ എയിം ചെയ്യുക. എയിം ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യുക? കൊന്നുകളയുക. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ടാണ് ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്യരുതേ? എടുക്കരുത്. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. കാരണം സ്ഥിരതയില്ലാത്ത ആത്മാവിനെ ശൗലിൽ ദാവീദ് എന്ത് ചെയ്തു? കണ്ടു. കിന്നരം വായിക്കുമ്പോൾ ദുരാത്മാവ് വിട്ടുപോകും, കിന്നരം നടത്തുമ്പോൾ ദുരാത്മാവ് കയറും. ഒത്തിരി വിശ്വാസികളിലുള്ള ഒരു വലിയ കുഴപ്പം ഇതാണ്.
ആരാധിക്കുമ്പോൾ ദുരാത്മാവ് വിട്ടുപോകും, ആരാധന നിർത്തുമ്പോൾ ദുരാത്മാവ് കയറും. പിന്നെ ബാക്കി 6 ദിവസവും ദുരാത്മാവിലെ ജീവിതം. 7ാമത്തെ ദിവസം ആരാധിക്കുമ്പോൾ ദുരാത്മാവ് വിട്ടുപോകും. ശൗലിന്റെ മേലുള്ള ആത്മാവ്, ഗ്ലോറി ടു ഗോഡ്. സ്ഥിരമായ ഒരു ആത്മാവിനെ തന്നെ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ശൗലിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനെ എടുത്തു കഴിഞ്ഞപ്പോൾ ശൗലിന്റെ മേൽ സംഭവിച്ച സകല കാര്യങ്ങളും ദാവീദ് എന്ത് ചെയ്തു? കണ്ടപ്പോൾ ദൈവസന്നിധിയിൽ അനുതപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്യരുത്? എടുക്കരുത്. ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള, കർത്താവേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറച്ചിരിക്കുമ്പോൾ, ഈ ദുഷ്ടലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ, കർത്താവേ, നിന്റെ ആത്മാവിനാൽ ജീവിപ്പാൻ, നിന്റെ ആത്മാവ് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരിടങ്ങളിലും ഞങ്ങൾ അകപ്പെട്ടു പോകാതെ, നിന്റെ കൃപയില്ലാത്ത ഒരു സ്ഥലത്തിലും ഞങ്ങൾ നിൽക്കാതെ, നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിച്ച് പ്രസാദിപ്പിക്കുവാൻ ഹാബേലിനെ പോലെ, ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്കിനെ പോലെ, പ്രതിഫലം നോക്കിയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയ മോശയെ പോലെ, 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അവരുടെ ഭൂമിയിലെ സമ്പത്തുകളുടെ അപഹാരത്തെ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട്, ഉയരത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരത്തെ അവർ സഹിച്ചു, സന്തോഷത്തോടെ സഹിച്ചു. വരാനുള്ളവൻ വരും. മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. അപ്പോൾ ദൈവം പ്രസാദിച്ച കാര്യം ഇവിടെ പറയുന്നു, പ്രസാദിക്കാത്ത കാര്യവും പറയുന്നു. പ്രസാദിക്കാത്ത കാര്യം ഏത് കാര്യത്തിലാണ്? പിന്മാറുന്നുവെങ്കിൽ. എന്ത് കാര്യത്തിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ? അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറുന്നവൻ, അവൻ്റെ വരവിൽ തന്നോടുകൂടെ എടുക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നവൻ, അവനിൽ എന്തില്ല? പ്രസാദമില്ല. അപ്പോൾ ദൈവം പ്രസാദിക്കുന്നവരും ദൈവം പ്രസാദിക്കാത്തവരുമുണ്ട്. അടുത്ത് വായിച്ചത്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. എന്ത് നാശം? നിത്യമായ നരകമെന്ന 2ാം മരണമെന്ന നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ. അപ്പൊ വിശ്വസിച്ചാൽ എന്ത് ലഭിക്കും? ആത്മരക്ഷ, ജീവരക്ഷ. നാമോ വിശ്വസിച്ചാൽ ലഭിക്കുന്ന എന്ത് രക്ഷ? ജീവരക്ഷ. ജീവിതരക്ഷയല്ല, ജീവരക്ഷ. ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ എന്ന് പറഞ്ഞിട്ടാണ് വിശ്വാസം എന്നതോ ജീവരക്ഷയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. അത് ഞാൻ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ കണ്ടിരിക്കുന്നു. അത് ഞാൻ ക്രിസ്തുവിൽ ആശ വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വരാനുള്ളവൻ വരുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഉറച്ചിരിക്കുന്നു. എൻ്റെ നീതിമാൻ തന്നോടുകൂടെ ജീവിക്കുമെന്നുള്ള ദൈവ വാഗ്ദത്തം ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ആ വിശ്വസിച്ചുള്ള ജീവരക്ഷ ക്രിസ്തുവിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടിരിക്കുന്നു. ആമേൽ ദൈവത്തെ ആരാധിച്ചതുപോലെ എൻ്റെ ജീവിതത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? സമർപ്പണത്തോടെ ആരാധിപ്പാൻ ഏൽപ്പിക്കുന്നു. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ, ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യുന്നു? സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് പെട്ടകം പണിതു. ഹാബേൽ ദൈവത്തെ വിശ്വാസത്താൽ ആരാധിച്ചു. ഹാനോക്ക് വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് നടന്നു. വിശ്വാസത്താൽ നോഹ പെട്ടകം പണിതു. എന്നിട്ട് ആൾക്കാർ ഈ 3 പേരുടെ കാര്യം പറഞ്ഞുള്ളൂ. 8 പേരുടെ കാര്യമാണ് ഞങ്ങൾ വചനത്തിലൂടെ ഓർപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഗ്ലോറി ടു. 3ാമത്തെ ആൾ പോലും ആയതേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ 2 മണിക്കൂറും നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചാണ്. ഇതെല്ലാം കളഞ്ഞിട്ട് 6ാമത്തെ വാക്യം മാത്രം പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് ഞാൻ പണ്ടേ അത് വിശ്വസിക്കുന്നു. എല്ലാം എനിക്ക് തരുമെന്ന്. തന്നോട്ടെ, വാങ്ങിച്ചോ, അതിനെന്താ കുഴപ്പം? നന്നായിട്ടൊക്കെ ജീവിക്കുന്നതിന് എന്താ കുഴപ്പം? ദൈവം തരുന്നതൊക്കെ എന്ത് ചെയ്തോ? വാങ്ങിച്ചോ. പക്ഷെ അവസാനം സർവ്വലോകവും നേടിയിട്ട് എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? കർത്താവേ സഹായിക്കണം. എൻ്റെ ആത്മാവിനെ കൂടാതെ ഞങ്ങൾക്കൊന്നും ലഭ്യമല്ല. ഞങ്ങൾ താഴുന്നു, വീണ്ടും താഴുന്നു. ഞങ്ങളുടെ ജീവന്റെ മാർഗം അവിടുന്ന് വെളിപ്പെടുത്തി തരുന്നു. അളവുനൂൽ ഞങ്ങൾക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണത അവിടമാണ്. ഹല്ലേലൂയ. നിന്റെ വശത്തെ സന്തോഷം, നിന്റെ വലതുവശത്തെ പ്രമോദം
ഞങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. വീണ്ടും കർത്താവേ, ഹല്ലേലൂയ, നോഹയിലൂടെ ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് വരുന്ന ആഴ്ചയിൽ അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഘനവും കർത്താവിന് അർപ്പിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്. വിശുദ്ധീകരിക്കുന്നവൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇത്രയെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിട്ടും അഴിക്കാടുന്നവൻ അവനെന്ത് ചെയ്തോട്ടെ, അഴിക്കാടിക്കോട്ടെ. ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞവരോ തങ്ങളെ തന്നെ എന്ത് ചെയ്യുവിൻ, വിശുദ്ധീകരിച്ചു കൊള്ളട്ടെ. ഞാൻ വേഗം വരുന്നു. ആമേൻ, ആമേൻ, ആമേൻ.